ഒഴിവ് ദിവസമായിട്ട് ഒരു 10 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് നല്ലൊരു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയെടുത്താൽ അത് കുക്കറിൽ ഒരു 10 മിനിറ്റിനുള്ളിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ വീട്ടിൽ വാങ്ങുമ്പം ഒട്ടും തന്നെ എല്ലും അതുപോലെ പാർട്സ് പോലെയുള്ള കഷ്ണങ്ങളൊക്കെ നമ്മൾ ഒട്ടും തന്നെ വേസ്റ്റ് ആക്കാത്ത രീതിയിൽ ഇതുപോലെ തന്നെ ഒരു കഷ്ണങ്ങളൊക്കെ വെച്ചിട്ട് നല്ലൊരു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നല്ല നല്ല കഷ്ണങ്ങളൊക്കെ കുട്ടികൾക്ക് സ്കൂളിൽ മുളക് പുരട്ടിയൊക്കെ എടുത്ത് വെച്ചിട്ട് നമുക്കത് സ്കൂളിൽ കൊടുത്തു വിടാനൊക്കെ ആയിട്ടും സിമ്പിളാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ചിക്കനൊക്കെ ഒന്ന് മുളക് പുരട്ടി ഒന്ന് പൊരിച്ചിട്ടൊക്കെ മക്കൾക്ക് സ്കൂളിൽ കൊടുത്തു വിടുകയാണെങ്കിൽ നമുക്കൊരു 4-5 ദിവസത്തേക്കൊക്കെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാനായിട്ട് എളുപ്പമാവും. അതേസമയം ഇതുപോലുള്ള എല്ല് അങ്ങനെയുള്ള കഷ്ണങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് നല്ലൊരു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുകയും ചെയ്യാം കേട്ടോ. അപ്പം ഒട്ടും തന്നെ വേസ്റ്റ് ആവാത്ത രീതിയിൽ ചിക്കൻ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചിട്ട് അപ്പോൾ എന്തായാലും ഒന്ന് വീഡിയോ ഉണ്ടോ നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും കേട്ടോ. അപ്പോൾ നല്ലൊരു അൽഫാം ചിക്കൻ്റെ അതേ ടേസ്റ്റിൽ നമുക്ക് കുട്ടികൾക്കൊക്കെ സ്കൂളിൽ കൊടുത്തു വിടാനൊക്കെ ആയിട്ട് നല്ലൊരു ചിക്കൻ മുളക് പുരട്ടിയിട്ട് ഒന്ന് സ്റ്റോർ ചെയ്യാനുള്ള എൻ്റെ മസാല പുരട്ടി കാണിച്ചു തരട്ടെ. അപ്പോൾ അതിനായിട്ട് 2.5 സ്പൂണോളം മുളക് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിപ്പം അതുപോലെ 1 സ്പൂണോളം മഞ്ഞൾപ്പൊടിയും പിന്നെ ഗരം മസാലപ്പൊടി, ഗ്രാമ്പു, ഏലക്ക, പട്ട പൊടിച്ചതും പിന്നെ കുറച്ച് കോൺഫ്ലോർ എടുത്തിട്ടുണ്ട് കേട്ടോ. കോൺഫ്ലോർ നമ്മൾ എടുക്കുകയാണെങ്കിൽ നല്ലൊരു കളറ് കിട്ടുകയും ചെയ്യും, പുറം നല്ല ക്രിസ്പായിട്ടിരിക്കുകയും ചെയ്യും കേട്ടോ. പിന്നെ ഒരു നുള്ള കുരുമുളക് പൊടി ഇല്ലെങ്കിൽ കുരുമുളക് നിങ്ങൾക്ക് ചതച്ചിട്ടാലും മതി കേട്ടോ. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കത് ഇതുപോലെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇത്രയും കൂടെ ചേർത്തതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഒരു നുള്ളു വെള്ളം കൂടെ ചേർത്ത് പേസ്റ്റ് പോലെ അങ്ങ് അരച്ചെടുക്കാം കേട്ടോ. ഇതുപോലെ അരച്ചെടുക്കാം. നിങ്ങൾക്ക് ഇതിന് ഈ ഒരു മസാല പൊരട്ടിയെടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ മല്ലിയിലയുടെ ഒരു ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ ഈ ഒരു കൂട്ടത്തിലൊക്കെ നിങ്ങൾക്ക് മല്ലിയിലയും കൂടെ ചേർത്തിട്ട് അങ്ങ് അരച്ചെടുക്കാം കേട്ടോ. പിന്നെ ഇത്തിരി വറ്റൽ മുളക് ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റാണ്. ഇതുപോലെ നിങ്ങളൊന്ന് മുളക് പുരട്ടി എടുത്തിട്ട് അത് സ്റ്റോർ ചെയ്യുവാണെങ്കിൽ ഫ്രിഡ്ജിലൊരു 3-4 ദിവസമൊക്കെ നമ്മളത് വച്ചിട്ട് എടുത്ത് കുട്ടികൾക്ക് രാവിലെ സ്കൂളിൽ കൊടുത്തു വിട്ടാലും ഇരിക്കും തോറും ആ ഒരു മസാലക്കൂട്ട് നല്ല ടേസ്റ്റ് ആവുകയും ചെയ്യും. നല്ലൊരു കളറും ആയിരിക്കും കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ചിക്കൻ വാങ്ങിക്കുമ്പോൾ അങ്ങനെയായിട്ട് ചെയ്യുന്നത്. നല്ല നല്ല പീസുകളൊക്കെ നോക്കിയിട്ട് ഇതുപോലെ സ്റ്റോർ ചെയ്യാനായിട്ട് ഫ്രീസറിൻ്റെ ഒക്കെ താഴേക്ക് എടുത്ത് വയ്ക്കും. അപ്പം നമുക്കൊരു 3-4 ദിവസത്തേക്കൊക്കെ മക്കൾക്കൊക്കെ സ്കൂളിൽ കൊടുത്തു വിടാനൊക്കെ ആയിട്ട് ഒരു കറിയുടെ ഒരു കാര്യം അറിയാൻ വേണ്ടി ചെറിയ എന്തെങ്കിലും തോരനോ പോലത്തൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് മതി. അപ്പം ഈ ഒരു രീതിയിൽ നിങ്ങളൊന്ന് മസാല പുരട്ടിയെടുക്കട്ടെ. നല്ലൊരു അൽഫാം ചിക്കൻ പൊരിക്കുന്ന ടേസ്റ്റിൽ തന്നെ നല്ലൊരു ചിക്കൻ ഫ്രൈ കിട്ടും കേട്ടോ. എന്നോട് ഒരുപാട് പേര് ചോദിച്ചിരുന്നു നല്ലൊരു ചിക്കൻ ഫ്രൈയുടെ വീഡിയോ ഇടാമെന്ന്. അപ്പം ഇട്ടതാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതുപോലെയുള്ള തന്നെ നമുക്ക് ആ ഒരുവിധം കൊള്ളില്ലാത്ത എല്ല് കഷ്ണം പാർട്സ് കഷ്ണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം വാരെടുത്തിട്ട് നല്ലൊരു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയെടുക്കും. അത് 10 മിനിറ്റിനുള്ളിൽ തന്നെ കേട്ടോ. അപ്പോൾ എത്ര ഉണ്ടാക്കാൻ അറിയില്ലാത്ത കുട്ടികളും ഈ ഒരു രീതിയിൽ നിങ്ങൾ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കി നോക്കേ. അപ്പോൾ അതിനായിട്ട് ഇതുപോലുള്ള കുറച്ച് കഷ്ണങ്ങൾ എല്ലും അങ്ങനെയുള്ള കഷ്ണങ്ങളൊക്കെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഞാനിപ്പോൾ കുറച്ച് കോൺഫ്ലോറും ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും പിന്നെ കുറച്ച് ഗരം മസാലപ്പൊടിയും കൂടെ ഇട്ടിട്ടുണ്ടല്ലോ. അതെന്താണെന്ന് വെച്ചാൽ ഗ്രാമ്പൂലൊക്കെ പട്ട പൊടിച്ചിട്ടുണ്ടല്ലോ അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് തട്ടി ഒപ്പി ഏകദേശം ഒരു 10-15 മിനിറ്റ് നേരത്തേക്ക് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ടിരുന്ന് മാറ്റി വയ്ക്കാം കേട്ടോ. ഇനി നമുക്കത് ഇതുപോലെ ഒരു പാനിലേക്ക് ഒരുപാട് എണ്ണയുടെ ആവശ്യമില്ല, ഒരു കുറച്ച് വെളിച്ചെണ്ണ നമുക്കത് ഇതുപോലെ എടുത്ത് ഒഴിച്ചിട്ട് നമ്മൾ ആ എടുത്ത് വെച്ച് മുളക് പൊട്ടി വെച്ചേക്കുന്ന കുറച്ച് കഷ്ണങ്ങൾ ഉണ്ടായിരുന്നല്ലോ അതെല്ലാം ഞാനിപ്പോൾ ഇതുപോലെ ഒന്ന് വാരിയിട്ടിട്ടുണ്ട് കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് മുരിച്ചെടുക്കാം. നമ്മൾ ആ ഒരു കോൺഫ്ലോറൊക്കെ തേച്ച് മുരിച്ചെടുത്തത് കൊണ്ട് തന്നെ പുറമൊക്കെ നല്ല ക്രിസ്പായിട്ടിരിക്കും. അപ്പോൾ അതൊന്ന് മുരിഞ്ഞെടുക്കുന്ന നേരം കൊണ്ട് നമുക്ക് ബാദുഷാ റൈസ് എടുത്തിട്ടൊന്ന് കഴുകി വാരി വയ്ക്കാം. അപ്പം നമുക്ക് ബിരിയാണി റൈസിന് ഏറ്റവും ടേസ്റ്റും നല്ലൊരു രുചിയും കിട്ടുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാദുഷാ റൈസാണ്. നമ്മൾ നീളൻ റൈസ് വെച്ചിട്ട് ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഉള്ള ആ ഒരു ടേസ്റ്റ് അല്ല നമ്മൾ ബാദുഷാ റൈസിൻ്റെ ഒരു മണമുള്ള റൈസ് ഉണ്ടല്ലോ നെയ്ച്ചോറൊക്കെ വെക്കുന്ന അത് വെച്ചിട്ട് നിങ്ങൾ ബിരിയാണി ഉണ്ടാക്കി നോക്കുക. നല്ല രുചിയായിരിക്കും കേട്ടോ. നമ്മൾ കടയിൽ നിന്നൊക്കെ ബിരിയാണി വാങ്ങി കഴിക്കുന്ന അതേ ടേസ്റ്റ് തന്നെയായിരിക്കും. അപ്പം ഇങ്ങനെ നിങ്ങൾ ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ കടയിൽ നിന്ന് ബിരിയാണി വാങ്ങത്തില്ല കേട്ടോ, അത്രയ്ക്ക് ടേസ്റ്റാണേ. അപ്പോൾ ഇതുപോലെ ആ ഒരു ചിക്കനൊക്കെ ഞാൻ പൊരിച്ചെന്ന് നല്ല ബ്രൗൺ കളറായിട്ടൊന്ന് പൊരിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി കുക്കറിലേക്ക് നിങ്ങൾക്ക് ഇതുപോലെ ഒരു കുറച്ച് ഡാൽഡ ഇതുപോലെ എടുത്ത് ഒഴിച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ കൂടെ കൂട്ടത്തിലേക്ക് ഒഴിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ പൊഴിച്ചെടുത്തിട്ടുണ്ടായിരുന്നു, സ്കിപ്പായി പോയതാട്ടോ. അപ്പോൾ ആ ഒരു കൂട്ടത്തിലേക്ക് ഗ്രാമ്പും ഏലക്ക പട്ട വലിയ ജീരകം ഇത്രയും കൂടെ കൂടിയിട്ട് ഒന്ന് ആ ഡാൽഡയിലേക്ക് ഇട്ടിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. മസാലയൊക്കെ ഒന്ന് പൊട്ടി വരുമ്പം നമുക്ക് ഒരു 1-2 സവാളയോളം ചെറിയ രീതിയിലൊന്ന് കുനൂര അരിഞ്ഞിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. വഴറ്റി കൊടുക്കണതിൻ്റെ കൂട്ടത്തിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ. ഇനി ഈ ഒരു വഴറ്റി കൊടുക്കണതിൻ്റെ കൂട്ടത്തിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ഒന്ന് ചതച്ചിട്ട് നമ്മുടെ ചോറിൻ്റെ മസാല അതും കൂടെ കൂടിയിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണെങ്കിൽ ചോറിന് നല്ല രുചിയായിരിക്കും കേട്ടോ. ബിരിയാണിക്ക് നല്ലൊരു ബിരിയാണി മസാല ആയി കിട്ടും കേട്ടോ. ഞാനിപ്പോൾ അതും കൂടെ കൂടിയിട്ട് ഇതുപോലെ ഒന്ന് വഴറ്റിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം ഒരു നല്ല പഴുത്ത തക്കാളി നോക്കി നിങ്ങൾ എടുത്തിട്ട് ഒന്ന് ചെറിയ രീതിയിൽ ഒന്ന് സ്ക്വയർ കഷ്ണങ്ങളായിട്ട് അതും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഇനി ഒരു പച്ചമുളകിൻ്റെ ഇഞ്ചിയുടെയൊക്കെ കൂടി ഒരു പച്ച മണം ഉണ്ടല്ലോ അതൊന്ന് മാറി വരുന്ന രീതിയിൽ നിങ്ങളൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ. നല്ല മണമാണ് കേട്ടോ. ഇതാ നമ്മളെ ഡാൽഡയിലൊക്കെ ഇട്ട് വഴറ്റിയിട്ട് തൊട്ട് തന്നെ നല്ല രുചിയായിരിക്കും. അപ്പോൾ ഇതുപോലെ നമ്മൾ ആ പൊരിച്ച് വെച്ചേക്കുന്ന ചിക്കൻ ഉണ്ടല്ലോ ആ ഒരു ചിക്കൻ നമുക്ക് ആ ചിക്കൻ പൊരിച്ച എണ്ണ ഒട്ടും തന്നെ വേസ്റ്റ് ആവാത്ത രീതിയിൽ
മൊത്തത്തിൽ ആ ഒരു മസാലയിലേക്ക് അങ്ങ് കൊട്ടാട്ടോ. നല്ല മണമുണ്ട് ഇവിടെ. അപ്പോൾ ഞാനിപ്പോൾ ഇതിങ്ങനെ ഫുള്ളായിട്ട് കൊട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഞാനിപ്പോൾ ഒരു 3 ലിറ്ററിൻ്റെ കുക്കറാണ് എടുത്തിരുന്നത്. അപ്പം ഒരു 1.5 നാഴി അരിയാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം അതിനനുസരിച്ചിട്ടുള്ള വെള്ളം അതിനനുസരിച്ചിട്ട് പറയുമ്പോൾ നമ്മളൊരു 3 ലിറ്ററിൻ്റെ കുക്കറിൽ അര കുക്കറോളം ഞാൻ വെള്ളമാണ് എടുത്തേക്കുന്നത്. നമ്മൾ ആ എടുക്കുന്ന അരിയുടെ തൊട്ട് മുകളിൽ വരാവുന്ന രീതിയിലുള്ളതിൻ്റെ വെള്ളം നിങ്ങൾ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഒരുപാട് വെള്ളം മുകളിലേക്ക് പോകരുത്. ഇനി ചോറ് നമുക്ക് ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ എടുക്കാനായിട്ട് ഒരു പകുതി നാരങ്ങ ഒന്ന് പിഴിഞ്ഞെടുത്ത് വയ്ക്കുക കേട്ടോ. പിന്നെ വെള്ളത്തിൽ നിങ്ങൾ ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണം. എന്നാലാണ് ചോറിലേക്ക് ഉപ്പിൻ്റെ ഒരു കറക്റ്റ് വരത്തുള്ളൂ. കണ്ടില്ലേ, ഞാനിപ്പോൾ അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഈ ഒരു ചോറിൻ്റെ അരിയുടെ തൊട്ട് മുകളിൽ നിൽക്കാവുന്ന രീതിയിൽ വെള്ളമാണ് എടുത്ത് ഒഴിക്കാവുള്ളൂ. അപ്പോൾ ഇനി ഒരൊറ്റ വിസിലടിച്ചിട്ട് നിങ്ങളങ്ങോട്ട് തീ ഓഫ് ചെയ്തിടാം. പിന്നെ ഇങ്ങനത്തെ കുക്കറാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ക്ലിപ്പ് ഉണ്ടല്ലോ അതങ്ങോട്ട് ഊരിട്ടേക്കാം കേട്ടോ. ഇനി സാധാ കുക്കർ ഇങ്ങനെ മുകളിൽ നിന്ന് ഇങ്ങനെ തിരിക്കുന്ന കുക്കറിൻ്റെ അടപ്പാണെങ്കിൽ അത് കുഴപ്പമില്ല, ആ കറക്റ്റ് രീതിയിൽ അത് വെന്തിരുന്നോളും. അപ്പം ഞാനിപ്പോൾ ഇതുപോലെ അതൊന്ന് അയച്ചിട്ടതുകൊണ്ട് തന്നെ വെന്ത് പാകമായി വന്നപ്പം അടപ്പ് അതിൻ്റെ അകത്തോട്ട് ചാടി കിടക്കണ്ടായിരുന്നു കേട്ടോ. ഇത് നോക്കിയാൽ ചോറ് കണ്ടോ, ഒരു ചോറിലൊട്ടാത്ത രീതിയിൽ നല്ല മണമാണ് കേട്ടോ. ഇത് നമ്മളെ നെയ്ച്ചോറിൻ്റെ ആ ഒരു ബാദുഷ റൈസിൻ്റെ ആ ഒരു ഇതിട്ട് വച്ചേക്കുന്നത് കൊണ്ട് തന്നെ ബിരിയാണിക്ക് നല്ല മണവും നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ നെയ്ച്ചോറിലെ ബിരിയാണി ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ ആ ഒരു പരിസരം മൊത്തം നല്ല മണമായിരിക്കും. അത്രയ്ക്ക് ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ബിരിയാണി ഉണ്ട് ഇത്. ഇനി ഇതൊരു തവിയുടെ ബാക്ക് വെച്ചിട്ട് അതുപോലെ ഒന്ന് കിള്ളിയിട്ട് കൊടുക്കുക. നമ്മൾ ആ ഇറച്ചിയൊക്കെ താഴെ പോയായിരുന്നല്ലോ, ഫുള്ളായിട്ടൊന്ന് കൂട്ടിളകി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം മല്ലിയില ഉണ്ടല്ലോ, ഈ ഒരു മല്ലിയില ഇതുപോലെ ഒന്ന് അരിഞ്ഞ് അതിന് മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് കുറച്ച് കാഷ്യൂ നട്ട്സ് ഒക്കെ ഒന്ന് താളിച്ച് കൊടുക്കാണ്ട്. അപ്പോൾ അതിന് മുൻപ് ഇത്ര നെയ്യ് നിങ്ങളിതിൻ്റെ മുകളിൽ അതുപോലെ ഒന്ന് തൂളി കൊടുക്കാം കേട്ടോ. അപാര ടേസ്റ്റ് ആയിട്ടുള്ള നല്ലൊരു ചിക്കൻ ബിരിയാണി കേട്ടോ. അപ്പോൾ അതായത് ഇപ്പോൾ കുറച്ച് കാഷ്യൂ നട്ട്സും സവാളയും കൂടി ഒരു അര സവാള ഇട്ട് എടുത്തിട്ടുള്ളൂ. അതും കൂടിയിട്ട് നിങ്ങൾ താളിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ സൂപ്പർ ബിരിയാണിയാണ്. ഉണ്ടാക്കി നോക്കുക, കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കടയിൽ നിന്ന് വാങ്ങണ്ട കേട്ടോ. അപ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം പറയണേ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ എല്ലാം അമ്മമാരെ അറിയിലേക്കിട്ടൊന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ ഫോളോ ചെയ്ത ഫ്രണ്ട്സ് എല്ലാമൊക്കെയാണ് കാണുന്നതെങ്കിൽ ഫോളോ കൂടി ചെയ്തേക്കാൻ മറക്കല്ലേ.